എന്താണ് ടു സ്ട്രോക്ക് എഞ്ചിൻ പ്രവർത്തനം? ഒരു സാധാരണ 4-സ്ട്രോക്ക് എഞ്ചിനിൽ ഉപയോഗിക്കുന്ന 4 സ്ട്രോക്കുകളേക്കാൾ പിസ്റ്റണിന്റെ 2 സ്ട്രോക്കുകൾ മുകളിലേക്കും താഴേക്കുമുള്ള ചലനങ്ങൾ ഉപയോഗിച്ച് ഒരു പവർ സൈക്കിൾ പൂർത്തിയാക്കുന്ന ഒരു തരം ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ. ഇൻടേക്ക്, കംപ്രഷൻ, പവർ, എക്സ്ഹോസ്റ്റ് എന്നിവയുടെ പ്രക്രിയകൾ വെറും 2 സ്ട്രോക്കുകളിൽ പൂർത്തിയാക്കുന്നതിനാൽ എഞ്ചിനെ ടു സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ടു സ്ട്രോക്ക് എഞ്ചിനുകൾ സാധാരണയായി മോട്ടോർ സൈക്കിളുകൾ, പുല്ലുവെട്ടുന്ന യന്ത്രം, ചെയിൻസോ, ഔട്ട്ബോർഡ് മോട്ടോറുകൾ തുടങ്ങിയ ചെറിയ ആപ്ലിക്കേഷനുകളിൽ അവയുടെ ഒതുക്കം, ഭാരം കുറഞ്ഞ സ്വഭാവം, ഉയർന്ന പവർ ടു വെയിറ്റ് അനുപാതം എന്നിവ കാരണം ഉപയോഗിക്കുന്നു. 1. മുകളിലേക്കുള്ള സ്ട്രോക്ക് കംപ്രഷനും ഇൻടേക്ക് സ്ട്രോക്കും. ടു സ്ട്രോക്ക് എഞ്ചിനിൽ പിസ്റ്റണിന്റെ മുകളിലേക്കുള്ള സ്ട്രോക്ക് കംപ്രഷനും ഇൻടേക്കും നടത്തുന്നു. സിലിണ്ടറിന്റെ അടിയിൽ നിന്ന് പിസ്റ്റൺ മുകളിലേക്ക് നീങ്ങുമ്പോൾ അത് ജ്വലന അറയിൽ വായു ഇന്ധന മിശ്രിതം കംപ്രസ് ചെയ്യുന്നു. അതേസമയം ഈ മുകളിലേക്കുള്ള ചലനം ക്രാങ്ക്കേസിൽ ഒരു വാക്വം സൃഷ്ടിക്കുന്നു. ഈ വാക്വം വായുവിന്റെയും ഇന്ധനത്തിന്റെയും ഒരു പുതിയ മിശ്രിതം, ചിലപ്പോൾ ലൂബ്രിക്കേഷനായി എണ്ണയുമായി മുൻകൂട്ടി കലർത്തിയ ഇൻടേക്ക് പോർട്ടിലൂടെ ക്രാങ്ക്കേസിലേക്ക് വലിച്ചെടുക്കാൻ അനുവദിക്കുന്നു. ഒരു സാധാരണ ടു സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവുകൾ ഇല്ലാത്തതിനാൽ ഈ പ്രക്രിയകളുടെ സമയം പിസ്റ്റണിന്റെ സ്ഥാനത്തെയും പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും നീങ്ങുമ്പോൾ നിർദ്ദിഷ്ട പോർട്ടുകളുടെ തുറക്കലും അടയ്ക്കലും എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മുകളിലേക്കുള്ള സ്ട്രോക്കിന്റെ അവസാനത്തോടെ ജ്വലന അറയിലെ വായുഇന്ധന മിശ്രിതം പൂർണ്ണമായും അമർത്തപ്പെടുകയും സ്പാർക്ക് പ്ലഗ് അതിനെ ജ്വലിപ്പിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. 2. താഴേക്കുള്ള സ്ട്രോക്ക് പവറും എക്സ്ഹോസ്റ്റ് സ്ട്രോക്കും. കംപ്രസ് ചെയ്ത വായുഇന്ധന മിശ്രിതം സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ജ്വലനം സംഭവിക്കുന്നു. ഇത് നിയന്ത്രിത സ്ഫോടനത്തിന് കാരണമാകുന്നു. ഈ സ്ഫോടനം സൃഷ്ടിക്കുന്ന ശക്തി പിസ്റ്റണിനെ താഴേക്ക് നയിക്കുകയും പവർ സ്ട്രോക്ക് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് എഞ്ചിനിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ശക്തിയാണ്. ജ്വലന ശക്തി പിസ്റ്റണിനെ താഴേക്ക് തള്ളുമ്പോൾ അത് ക്രാങ്ക്ഷാഫ്റ്റിനെ കറക്കുകയും പിസ്റ്റണിന്റെ ലിനിയർ ചലനത്തെ റൊട്ടേഷൻ ഊർജ്ജമാക്കി മാറ്റുകയും ആത്യന്തികമായി ചക്രങ്ങൾക്കോ ഉപകരണത്തിനോ ശക്തി നൽകുകയും ചെയ്യുന്നു. പിസ്റ്റൺ അതിന്റെ സ്ട്രോക്കിന്റെ പകുതിയോളം താഴേക്ക് എത്തുമ്പോൾ അത് എക്സ്ഹോസ്റ്റ് പോർട്ട് തുറക്കുന്നു. ഇത് സിലിണ്ടറിൽ നിന്ന് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്നു. താമസിയാതെ പിസ്റ്റൺ ട്രാൻസ്ഫർ പോർട്ടും തുറക്കുന്നു. ഇത് ക്രാങ്ക്കേസിൽ നിന്നുള്ള പുതിയ ഇന്ധനവായു മിശ്രിതം സിലിണ്ടറിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നു. ഈ പുതിയ മിശ്രിതം സിലിണ്ടറിൽ നിറയുക മാത്രമല്ല, അവശേഷിക്കുന്ന എക്സ്ഹോസ്റ്റ് വാതകങ്ങളെ പുറന്തള്ളാനും സഹായിക്കുന്നു. ഈ പ്രക്രിയ സ്കാവെഞ്ചിംഗ് എന്നറിയപ്പെടുന്നു. ജ്വലന അറയിലേക്ക് പുതിയ മിശ്രിതം കൈമാറ്റം ചെയ്യുന്നത് അടുത്ത സൈക്കിളിനായി സിലിണ്ടറിനെ തയ്യാറാക്കുന്നു. ഇത് എഞ്ചിൻ കാര്യക്ഷമവും തുടർച്ചയായി പ്രവർത്തിക്കുന്നതുമാണെന്ന് ഉറപ്പാക്കുന്നു. ടു സ്ട്രോക്ക് എഞ്ചിനിന്റെ പ്രയോജനങ്ങൾ. 1. ഉയർന്ന പവർ ടു വെയിറ്റ് അനുപാതം. ടു സ്ട്രോക്ക് എഞ്ചിനുകൾ ഓരോ ക്രാങ്ക്ഷാഫ്റ്റ് റൊട്ടേഷനിലും ഒരു പവർ സ്ട്രോക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അവയുടെ വലുപ്പത്തിനും ഭാരത്തിനും അനുസൃതമായി കൂടുതൽ ശക്തി നൽകുന്നു. മോട്ടോർ സൈക്കിളുകൾ, ചെയിൻസോ, മറൈൻ ഔട്ട്ബോർഡ് മോട്ടോറുകൾ തുടങ്ങിയ ഒതുക്കമുള്ളതും ശക്തവുമായ എഞ്ചിൻ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇത് അനുയോജ്യമാക്കുന്നു. 2. ലളിതമായ ഡിസൈൻ. സങ്കീർണമായ വാൽവ് സിസ്റ്റങ്ങളുടെ അഭാവം. ഉദാഹരണം, കാംഷാഫ്റ്റ് വാൽവുകൾ, ടൈമിംഗ് ബെൽറ്റുകൾ. ടു സ്ട്രോക്ക് എഞ്ചിനുകൾ ലളിതവും നിർമ്മിക്കാൻ എളുപ്പവുമാണ്. പിസ്റ്റൺ തന്നെ നിയന്ത്രിക്കുന്ന സിലിണ്ടർ വാൾവുകളിൽ വാൽവുകൾക്ക് പകരം അവർ പോർട്ടുകൾ ഉപയോഗിക്കുന്നു. ചലിക്കുന്ന ഭാഗങ്ങളിലെ ഈ കുറവ് ഉൽപ്പാദനച്ചെലവ് കുറയ്ക്കാനും മെക്കാനിക്കൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും കാരണമാകുന്നു. 3. ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതും. ലളിതമായ ഘടനയും കുറച്ച് ഘടകങ്ങളും കാരണം ടു സ്ട്രോക്ക് എഞ്ചിനുകൾ സാധാരണയായി തുല്യശക്തിയുള്ള 4-സ്ട്രോക്ക് എഞ്ചിനുകളേക്കാൾ ചെറുതും ഭാരം കുറഞ്ഞതുമാണ്. ലീഫ് ബ്ലോവറുകൾ, സ്ട്രിംഗ് ട്രിമ്മറുകൾ, ചെയിൻസോ തുടങ്ങിയ ഹാൻഡ് ഹെൽഡ് അല്ലെങ്കിൽ പോർട്ടബിൾ ഉപകരണങ്ങൾക്ക് ഈ സവിശേഷത പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. 4. ഉയർന്ന പവർ ഔട്ട്പുട്ട്. ഓരോ ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷനും പവർ ഉൽപ്പാദിപ്പിക്കുന്നത് ടു സ്ട്രോക്ക് എഞ്ചിനുകളെ ഉയർന്ന RPMകളിൽ തുടർച്ചയായ ശക്തി നൽകാനും പ്രാപ്തമാക്കുന്നു. ഇത് സുസ്ഥിരമായ പ്രകടനം നിർണായകമായ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകിച്ചും വിലപ്പെട്ടതാണ്. 5. എളുപ്പമുള്ള അറ്റകുറ്റപ്പണി. കുറച്ച് ചലിക്കുന്ന ഭാഗങ്ങളും പ്രത്യേക ലൂബ്രിക്കേഷൻ സംവിധാനവും ഇല്ലാത്തതിനാൽ ടു സ്ട്രോക്ക് എഞ്ചിനുകൾ സാധാരണയായി പരിപാലിക്കാനും നന്നാക്കാനും എളുപ്പമാണ്. ടു സ്ട്രോക്ക് എഞ്ചിനുകളുടെ പോരായ്മകൾ. 1. കാര്യക്ഷമതയില്ലായ്മയും ഇന്ധന ഉപഭോഗവും. സ്കാവെഞ്ചിംഗ് പ്രക്രിയയിൽ എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ പുറന്തള്ളപ്പെടുകയും പുതിയ ഇന്ധനവായു മിശ്രിതം സിലിണ്ടറിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ചില ഇന്ധനം പലപ്പോഴും എക്സ്ഹോസ്റ്റ് വാതകങ്ങളുമായി പുറന്തള്ളപ്പെടുന്നു. ഇത് ഇന്ധനം പാഴാക്കുകയും ടു സ്ട്രോക്ക് എഞ്ചിനുകളെ 4-സ്ട്രോക്ക് എഞ്ചിനുകളേക്കാൾ ഇന്ധനക്ഷമത കുറയ്ക്കുന്നതാക്കുകയും ചെയ്യുന്നു. 2. ഉയർന്ന എമിഷൻ. ഇന്ധന ഉപയോഗത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയും ഇന്ധനത്തിൽ കലർത്തിയ എണ്ണ കത്തിക്കുന്നതും ടു സ്ട്രോക്ക് എഞ്ചിനുകൾ ഹൈഡ്രോകാർബണുകൾ, കണികാ പദാർത്ഥങ്ങൾ എന്നിവയുൾപ്പെടെ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നു. ഈ എമിഷൻ ടു സ്ട്രോക്ക് എഞ്ചിനുകൾക്ക്, പ്രത്യേകിച്ച് കർശനമായ പാരിസ്ഥിതിക നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളിൽ, നിയന്ത്രണങ്ങൾക്ക് കാരണമാകുന്നു. 3. കുറഞ്ഞ ആയുസ്. ടു സ്ട്രോക്ക് എഞ്ചിനുകൾ ലൂബ്രിക്കേഷനായി ഇന്ധനത്തിൽ കലർത്തിയ എണ്ണയെ ആശ്രയിക്കുന്നു.
എഞ്ചിൻ ഘടകങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഈ രീതി ഫലപ്രദമല്ല. അതിന്റെ ഫലമായി പ്രത്യേക ഓയിൽ സംവിധാനങ്ങളുള്ള 4 സ്ട്രോക്ക് എഞ്ചിനുകളേക്കാൾ ആയുസ് കുറവാണ്. 4 ശബ്ദമുള്ള പ്രവർത്തനം. 2 സ്ട്രോക്ക് എഞ്ചിനുകൾ ഉയർന്ന ആർപിഎമ്മുകളിൽ പ്രവർത്തിക്കുന്നു. ഇത് അവയുടെ രൂപകൽപ്പനയുമായി സംയോജിപ്പിച്ച് 4 സ്ട്രോക്ക് എഞ്ചിനുകളേക്കാൾ ഉച്ചത്തിലുള്ളതും ചിലപ്പോൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നതുമായ ശബ്ദത്തിലേക്ക് നയിക്കുന്നു. 5 പാരിസ്ഥിതിക ആഘാതം. ഇന്ധനെണ്ണ മിശ്രിതം കത്തിക്കുന്നത് പുക ഉണ്ടാക്കുകയും മലിനീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. സമീപകാല മെച്ചപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും പരമ്പരാഗത 2 സ്ട്രോക്ക് എഞ്ചിനുകൾ 4 സ്ട്രോക്ക് എഞ്ചിനുകളേക്കാൾ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നു.